ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു ക്യാരറ്റിൻ്റെ മിൽക്ക് ഷേക്കും പിന്നെ അത് കഴിഞ്ഞ ശേഷം ഒരു ബനാന കൊണ്ട് ഒരു മിൽക്ക് ഷേക്കുമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ചൂടിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കാവുന്ന മാതിരത്തിലാണ്. ഇതെല്ലാവർക്കും അറിയാം, പക്ഷേ എങ്കിലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഞാനിത് വീഡിയോ എടുത്തിട്ടുന്നേ ഉള്ളൂ. ആദ്യം തന്നെ കുറച്ച് ക്യാരറ്റ് എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് കുക്കറിൽ വെച്ച് ഒരു വിസിൽ വെച്ച് ഞാനങ്ങ് വേവിച്ചെടുക്കുകയാണ്. ഒരു വിസിൽ മതി, അത് അപ്പോഴത്തേക്ക് വെന്ത് വരും. അത് കഴിഞ്ഞ ശേഷം നല്ലോണം അത് ആറിക്കഴിഞ്ഞ ശേഷം നമ്മളത് എടുത്തു കഴിഞ്ഞ എടുക്കണേ. നല്ലോണം ആറണം, ചൂട് വേണ്ട. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം നമ്മളത് മിക്സിയിലിട്ട് ആ വെള്ളത്തോടു കൂടി തന്നെ ഞാൻ എടുത്തു. വെള്ളത്തോടു കൂടി തന്നെ ഞാനങ്ങ് ഒഴിച്ചങ്ങ് ഗ്രൈൻഡ് ചെയ്യുവാണ്. ആ വെള്ളം നമുക്ക് വേസ്റ്റ് ചെയ്യണ്ട. അത് ആ മിക്സിയിലിട്ട് നല്ലോണം അടിച്ചെടുക്കാൻ പോവുക. അത് കഴിഞ്ഞ ശേഷം കുറച്ച് ബദാം ഞാൻ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുതിർന്ന് കഴിഞ്ഞ ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച്, പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു പഞ്ചസാര. അത് നമുക്ക് പഞ്ചസാര വേണ്ടെങ്കിൽ നമുക്ക് ഹണി ഇടാം കേട്ടോ. ഞാൻ പഞ്ചസാര ഇട്ടത്. പിന്നെ കുറച്ച് പാല്, അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പാല് അതൊഴിച്ചിട്ട്, പിന്നെ നമ്മൾ ഇത്തിരി ഐസ് ക്യൂബും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഞാൻ. നമുക്ക് എത്ര ഐസ് ക്യൂബ്, നല്ലോണം ഐസ് വേണമെങ്കിൽ നല്ലോണം ഇടാം കേട്ടോ. ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞ ശേഷം നല്ലോണം മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കുവാണ്. അരച്ചെടുത്തതിന് ശേഷം അത് വേറൊരു ഗ്ലാസ്സിലേക്ക് ഞാനത് മാറ്റുക. അപ്പോൾ ഇത് നല്ലോണം അരഞ്ഞു വന്നു. നമ്മുടെ ക്യാരറ്റും ബദാമും പാലും എല്ലാം കൂടെ നല്ലോണം ചേർന്ന് നല്ലോണം അരഞ്ഞു വന്നു. പിന്നെ ഞാനതൊരു ഗ്ലാസ്സിലേക്ക് അത് മാറ്റുകയാണ് കേട്ടോ. നമുക്ക് ഇനിയും തണുപ്പിക്കണമെങ്കിൽ കുറച്ചും കൂടെ ഐസ് കട്ടിയിട്ട് നമുക്ക് കുടിക്കാം. ഞാനിട്ടില്ല, പക്ഷേ ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ബദാം ചെറുതായിട്ട് മുറിച്ചത് അതിൻ്റെ മേലിലേക്ക് ഞാനിടുന്ന ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കിക്കുന്നുള്ളൂ, വളരെ ടേസ്റ്റാണ് കേട്ടോ. സമ്മറിൽ ഇത് ഉണ്ടാക്കി നോക്കിക്കോളൂ. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു ബനാന മിൽക്ക് ഷേക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അതൊരു ചെറിയ ഒരു പഴം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അതെടുത്തിട്ട് കുറച്ച് ബദാമും കൂടെ ഇട്ടിട്ട് ഇത് തന്നെ അടിച്ചെടുക്കുവാണ് ഞാൻ. ഒരു പഴം നമുക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ. നേന്ത്രം പഴം വേണമെങ്കിൽ അതെടുക്കാം, സാധാരണ പഴം വേണമെങ്കിൽ അതെടുക്കാം. നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ടോ ആ പഴമാണ് ഞാനത് എടുത്തിരിക്കുന്നത്. പിന്നെ ബദാം അത് നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് അതും എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പഞ്ചസാര ഇട്ടത്, പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് തേനും ഇടാം. 2 ടേബിൾ സ്പൂൺ തേനിട്ടാലും മതി. ഇപ്പം ഞാൻ പഞ്ചസാര ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ പാല് അതും ഒഴിച്ചിട്ട് നല്ലോണം മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ഇതിൻ്റെ അകത്ത് ഞാൻ ഐസ് ക്യൂബ് ഇട്ടില്ല. നമ്മളിത് തണുപ്പിച്ച് വേണമെങ്കിലും കുടിക്കാം. ഐസ് ക്യൂബ് ഇട്ടിട്ട് നമുക്ക് കുടിക്കാം, ഇതിലിട്ടില്ല. തണുപ്പിച്ച് കുടിക്കുന്നതാണ് ഇനിയും ഇതിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ്. അതിന് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ബദാം ചെറുതായിട്ട് അരിഞ്ഞത് അതിന് മേലേക്ക് ഇടുക കേട്ടോ. സെയിം ക്യാരറ്റ് എങ്ങനെ ഉണ്ടാക്കിയോ അതേപോലെ തന്നെ ബനാന ഉണ്ടാക്കി ഈ സമ്മറിൽ ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കുക. വെറൈറ്റീസ് ഓഫ് ജ്യൂസ് നിറയെ ഉണ്ട്. ഇപ്പം ഞാനിത് രണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.